അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിലിം മമ്മൂസ്. ഞാൻ ഷമീസ്. അപ്പോൾ ദാ സ്ഥിരം എപ്പോഴും കാണുന്ന പോലെ തന്നെ ഇന്നും ഒരു പെട്ടിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. 200 മാക്സി ഉണ്ട്, 213 മാക്സി ഉണ്ട്. ഇതിലൊരു 180ഓളം 170-180 ഇടയിൽ എല്ലാ സാധനങ്ങളും എല്ലാവരും എടുത്തതാണ് കേട്ടോ. ബാലൻസ് ഉള്ളത് ഞാൻ എന്താക്കി തരാം. ജസ്റ്റ് ഇത്ര ഉണ്ടാവും അത്ര ഉണ്ടാവും എന്ന് എപ്പോഴും പറയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം കേട്ടോ, പ്രത്യേകം പറയട്ടെ, ഒരു കാര്യം, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ. അത് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ആൾക്കാർ കുറേ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഗ്രൂപ്പിലാണ് ഫസ്റ്റ് ഇടുന്നത്. പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യല്ല, മനസ്സിലാക്കിയവർ ദയവായി ക്ഷമിക്കുക. താത്താൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാണ് കേട്ടോ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെയാണ് ഫോട്ടോ ഇടുക. ഫോട്ടോ ഇടുമ്പോൾ ഫുൾ ഫോട്ടോ കിട്ടുന്നില്ല. അതായത് ഈ സ്ക്വയറിൽ ഫോട്ടോ കിട്ടുന്നുള്ളൂ. ആ സ്ക്വയറിൽ ഫോട്ടോ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം അൽഹംദുലില്ലാ ഓർഡേഴ്സ് കിട്ടും. ഈ ഇതിൽ കഴിഞ്ഞ ആഴ്ച ഫോട്ടോ ഇട്ടത് മാത്രമല്ല, മേലത്തെ ആഴ്ച ഫോട്ടോ ഇട്ടിട്ട് ഓർഡർ കിട്ടിയിട്ട് ഇതേപോലെ പെട്ടി പൊട്ടിക്കുമ്പോൾ ഞാനിതാ വന്നു ഇതുണ്ടാവും എന്ന് പറയുമ്പോൾ വീണ്ടും അത് ഓർഡർ കയറി വരികയും വീണ്ടും പ്രീ ബുക്കിംഗ് ചെയ്യുകയും ചെയ്ത ഐറ്റംസും ഇതിലുണ്ട്. ഇപ്പോൾ ഈ ഒരു ഐറ്റം മേലെ തന്നെ ഈ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഇത് ഏറ്റവും മേലെ ഈ ഒരു ഐറ്റം കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ ഒന്നേ ഉള്ളൂ ഞാൻ എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഒരു പീസേ ഉള്ളത് അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിക്കൊള്ളി, ബാക്കിയെല്ലാം ബുക്കിംഗ് ചെയ്താൽ അത് അപ്പം തന്നെ സ്ഥിരം എടുക്കുന്നൊരു പെൺകുട്ടി എൻ്റെ അടുത്ത് നിന്ന് എന്താക്കി ഫസ്റ്റ് പേയ്മെൻ്റ് എന്ന് ഓർഡർ ചെയ്ത്. പിന്നെ നോക്കുമ്പോൾ എല്ലാവർക്കും ഇത് വേണം, ഈ ഐറ്റം വേണം. അങ്ങനെ ഇതെന്താക്കി പ്രീ ബുക്കിങ്ങിൽ ഇട്ടു. അങ്ങനെ പ്രീ ബുക്കിങ്ങിൽ ഇട്ടിട്ടാണ് എന്ത് വന്നത്, ഈ ഐറ്റം വീണ്ടും എനിക്ക് 10 പീസ് കിട്ടിയത്. ഇതിലൊരു 3 ആൾക്കും കൂടി ഇപ്രാവശ്യം കൊടുക്കാനുണ്ടാവും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പെട്ടി പൊട്ടിക്കണമെന്ന് ഓർഡർ തന്ന വ്യക്തിക്ക് ഇന്നിപ്പോൾ അതിന് അന്ന് തന്നെ ഫസ്റ്റ് കിട്ടിയാക്കും ഓക്കെ, പിന്നീട് അന്നത്തെ ദിവസം തന്നെ 3-4 ആളുകൾ ഓർഡർ തന്നു വിചാരിക്കാം. ഈ ഒരു ഐറ്റംസിന് ഓർഡർ തന്നു വിചാരിക്കാം. അവരെ കണക്കിലോ ഓർഡർ തന്നിട്ട് 5-6 ദിവസമായി സാധനം കിട്ടിയിട്ടില്ല. പക്ഷെ നെക്സ്റ്റ് എനിക്ക് പെട്ടി കിട്ടണം നിങ്ങളത് അയക്കാൻ അല്ലേ. അപ്പോൾ ഈ നെക്സ്റ്റ് ഐറ്റംസിന് ചുരുങ്ങിയത് ഒരു 100 പീസോ 50 പീസിന് മേലായാലും അവരെനിക്ക് അയച്ചു തരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓർഡർ എടുക്കുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ 7 to 10 days എല്ലാവർക്കും പറയാൻ കാരണം. പക്ഷെ എല്ലാവർക്കും 7 to 10 days ആവുന്നില്ല, ചില വ്യക്തികൾക്ക് മാത്രമേ ആവുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് പെട്ടി പൊട്ടിക്കുന്നതിൽ എടുത്ത സാധനമായിരിക്കും, അല്ലെങ്കിൽ ഫോട്ടോ കണ്ടിട്ട് ഓർഡർ ചെയ്തായിരിക്കും. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ട്രിപ്പിലേക്ക് പോവുകയാണ്. ചിലപ്പോൾ 2ാം ദിവസം നിങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷെ എന്താ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ അത്രയും ഓർഡേഴ്സ് നമ്മൾ എടുത്ത അത്രയും ഓർഡേഴ്സ് എന്തായിട്ടുണ്ടാവും, ആൾക്കാരെടുത്ത് പേയ്മെൻറ്റ് ഇട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എത്രയോ തവണ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. ഫസ്റ്റ് നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക, പേഴ്സണിലേക്കേ വരണ്ട. നിങ്ങൾ ഗ്രൂപ്പ് ലിങ്കിൽ കയറിയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ 2 ഗ്രൂപ്പ് ഉണ്ട്, കാരണം ഒന്ന് ഫുള്ളായി, രണ്ടാമത്തെ എടുത്തു. ഇപ്പോൾ കുറേ പേര് ലെഫ്റ്റ് ആവും ജോയിൻ ആവും, അങ്ങനെ ആയിട്ട് ഈ 2 കൂടെ അങ്ങനെ പോകുന്നുണ്ട്. ചിലപ്പോൾ 3ാമത്തേലേക്ക് പോകേണ്ട അവസ്ഥയാണ്. എന്നാലും ഈ 2 ഗ്രൂപ്പിൻ്റെ ലിങ്കിലും ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ ഒന്ന് നിൽക്കുക. അവിടെ ബാലൻസ് ഉള്ളത് അവിടെ ഫോട്ടോ വരും. അപ്പോൾ ബാലൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എടുത്തതിനെ ബാക്കി നല്ല കഴിഞ്ഞ പക്ഷേ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ പറയുന്നില്ല. ഇനി പുതിയ സ്റ്റോക്ക് എടുക്കുമ്പോഴൊക്കെ അവിടെ പിക്ക് വരും. പിക്ക് വരുമ്പോൾ നിങ്ങൾ അത് എന്താക്കുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചതിൻ്റെ അഡ്രസ്സ് തരാം. 7 to 10 days ആവും നമുക്ക് കിട്ടാൻ. കാരണം ചിലപ്പോൾ ഇത് 30 പീസേ ഞാൻ എടുത്തിട്ടുള്ളതെങ്കിൽ 30ൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ വിളിച്ച് ചോദിക്കും, അവിടെ സാധനം ഉണ്ടാക്കുമ്പോൾ ഉണ്ട് അറിയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങും, ആ അഡ്രസ്സും വാങ്ങും. പക്ഷെ നെക്സ്റ്റ് ട്രിപ്പിലേക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പോയിട്ടുണ്ടാവുക. അതിനൊരു 50-100 ഓർഡർ കിട്ടുന്നവരെ ഈ പെട്ടി വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് 7 to 10 days എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായോ? അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ എന്തെന്നാണ് അപ്ഡേഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ഫുൾ ഫോട്ടോ കാണിക്കുന്ന ചില വീഡിയോസ് ഉണ്ട് അല്ലേ, അതായത് ഫുൾ ഫോട്ടോ. പിന്നെ അതും ഞാൻ ആദ്യം ഗ്രൂപ്പിലിട്ട് സാധനങ്ങൾ തന്നെയാണ് ഫുൾ ഫോട്ടോ കാണിക്കുന്നത്. പക്ഷെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അത്. അപ്പോൾ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റും. പിന്നെ കുറേ ആൾക്കാരിലേക്ക് ഞാൻ എത്തിപ്പെടുന്നില്ല. അത് കരുതിയിട്ട് നിങ്ങൾ ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടേണ്ട. കാരണം എന്താ അറിയോ, ഇത് കാണുന്ന കുറേ ആളുകളുണ്ട്, അവർക്കറിയാം അവർക്ക് സാധനം കിട്ടിയിട്ടുണ്ടെന്ന്. ഇതിപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് ഞാൻ അലമാറയിൽ കെട്ടിയൊക്കെയല്ലേ, ഇതൊക്കെ ആൾക്കാർക്ക് കൊടുക്കാനുള്ളതല്ലേ. കുറേ പേര് ഒരു വള സംസാരിക്കേണ്ട, കുറേ പേരിൽ ഒറ്റൊരാളെ പറഞ്ഞിട്ടുള്ളൂ, അതിനൊരു 5-6 ലൈക്കും. അത് പറഞ്ഞാളോട് പറയണേ, പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഇത് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ നിങ്ങൾക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഈ സംശയങ്ങൾ ചോദിച്ചിട്ട് എത്ര കോള് വരുന്നുണ്ടെന്നറിയോ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ആക്കണമെന്നറിയോ. ഒരാളോട് എത്ര വട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുമെന്നറിയോ. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണ് നിറയെ കർഷം ഇങ്ങനെ കാണുക. നിങ്ങൾക്ക് അവിടെ ഭക്ഷണം കഴിക്കുമ്പോഴോ
അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ നോക്കി കാണുമ്പോൾ നല്ല രസം ഉണ്ടാവൂലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ സംസാരിക്കുന്ന നേരം എത്ര കളക്ഷൻസിൻ്റെ ഫോട്ടോ കാണായിരുന്നു, ഇഷ്ടപ്പെട്ട വാങ്ങുകയും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. രണ്ട് രീതിയിൽ. പക്ഷെ നിങ്ങൾ വിചാരിക്കണം നിങ്ങളെപ്പോലെ പിന്നെന്താ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവരാവില്ല. കുറേ ആളുകളുണ്ട്, 1-2 ആളുകളെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നത് ഡീല് ചെയ്യുന്നത്. എത്ര ആൾക്കാരോട് പറഞ്ഞാലും മനസ്സിലാവില്ല. 5 to 7 days 5 ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ ആൾക്കാർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കും. പിന്നെ അതിലൊന്ന് ജോയിൻ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാവും. 5 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പാക്കിംഗ് ഫോട്ടോ കിട്ടിയിട്ട് നിങ്ങൾ എന്നെ കോൾ അടിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കാരണം 5 ദിവസത്തിനുള്ളിൽ പാക്കിംഗ് നടന്നാലേ ഈ 7 to 10 days എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് സാധനം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും ശരി. വീണ്ടും സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ മെസ്സേജ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഓർഡർ കിട്ടിയത് തന്നെയാണ്. ഇതൊരു 3 പീസും കൂടി ഉണ്ടാവും. അപ്പോൾ വീഡിയോ കണ്ടിട്ടായിരിക്കുമല്ലോ എൻ്റെ അടുത്തേക്ക് വരും. അവരെന്ത് പറയണമെന്നറിയോ, ഈ സാധനങ്ങൾ തീർന്നിട്ട് റീ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടുമോ ഇല്ല എന്നുള്ളത് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട. 7 to 10 days തന്നെ നമ്മൾ പറയും. ഓക്കെ, ഇത് നമ്മളൊന്ന് കാണിച്ച അതേ ഐറ്റം തന്നെയാണ്. ഇതൊന്ന് ഒറ്റ പീസേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് കളക്ഷൻസിൻ്റെ ഓർഡർ കിട്ടി. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഓർഡർ എടുത്തവർക്കൊക്കെയാണ് കിട്ടാത്ത. കാരണം കഴിഞ്ഞ ആഴ്ച ഇത് ഉള്ളതൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുത്തില്ല. അപ്പോൾ ഈ സാധനം നീ വരണ്ട എൻ്റെ കയ്യിലേക്ക്, എന്നിട്ടല്ലേ എനിക്കിത് അയച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണ്ടേ. അതുപോലെ ഈ ഐറ്റം പിന്നെയും കൊണ്ടുവരുമോ ചോദിച്ച് കൊണ്ടുവന്നാണ്. അപ്പോൾ അന്ന് ഓർഡർ എടുത്തവർക്ക്, പക്ഷെ അതൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അന്ന് ഓർഡർ എടുത്തവർക്ക് ഏകദേശം ഈ ഒരു ബോക്സ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് ബോക്സ് വരുന്നില്ല. 2 ദിവസം ഒരു ദിവസമൊക്കെ വരുന്നത്, 2 ദിവസമാണ് വരുന്നത്. അപ്പോൾ അത് എടുത്ത് പാക്കിൽ വരുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി. എന്നിട്ട് ഇനി ഇത് പാക്കാക്കി അയച്ചിട്ട് വേണ്ടേ. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് നമ്മൾ ചെയ്യുന്നത്. എടുത്ത് ക്വാളിറ്റി മനസ്സിലാക്കാത്തൊരു ദയവ് വെച്ച് കമൻറ്റ് ഉണ്ടാകാൻ നിൽക്കരുത്. എടുത്തവർക്കെല്ലാം നല്ല അഭിപ്രായം തന്നെയുള്ളൂ. ഇത് നമ്മൾ ഹോൾസെയിൽ വരുമ്പോൾ ഒരു 100 രൂപ ലെസ്. ഇനി ഇതേ സാധനം കിട്ടാണ്ട് 110-13 രൂപക്ക് ഡിഫറൻറ്റിൽ സാധനം കിട്ടാണ്ട്. ഇതിൽ ഞാനൊന്ന് സാമ്പിളിന് വെക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് എവിടെയെങ്കിലും കിട്ടണേ കാണിച്ചു തരാം. ഞാൻ അത് എടുക്കുന്നില്ല. ഞാൻ 113 രൂപ എക്സ്ട്രാ, അതായത് ഇതേ സാധനം ഫോട്ടോ കണ്ട ഇതേ സാധനം, നിങ്ങൾ ഏത് കടയിൽ പോയാലും ചിലപ്പോൾ കണ്ട ഇതേ സാധനം, പക്ഷേ ഇതേ കമ്പനി തന്നെയാണ്. 113 രൂപ ഡിഫറൻറ്റിലൊക്കെ ഒരു സാധനം വരുന്നുണ്ട്. ഷോൾ മാക്സി വരുന്നുണ്ട്. അത് ക്ലോത്ത് വേറെയാണ്, ഇത് ക്ലോത്ത് വേറെയാണ്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാത്ത സാധനം എടുത്ത് നോക്കാത്തവർ ദയവായി നെഗറ്റീവ് കമൻറ്റ് ഇടരുത്. വില കൂടുതലാണ്. എന്ത് രീതിയിൽ നിങ്ങൾ കമൻറ്റ് ഇടണമെന്ന് അറിയോ? നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരോടാണ് പറയണത്. നിങ്ങൾ എന്ത് പറഞ്ഞോളൂ, ഞാൻ താത്താൻ്റെ അടുത്ത് നിന്ന് ഇത്രാം തീയതി ഈ ഒരു കളറിൽ മാക്സി വാങ്ങി, വില കൊടുത്തത് സാധനം ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ കമൻ്റ് ഇടും. അല്ലാതെ വില കൂടുതലാണ്, വിലക്കനുസരിച്ച് സാധനം ക്വാളിറ്റി ഇല്ല എന്ന് നിങ്ങൾ പറയരുത്. കാരണം ഇത് ഒറ്റ ആൾ ചെയ്യുന്നല്ല, ഏതെങ്കിലും ഒരു യൂണിറ്റ് ചെയ്യുന്നല്ല, വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ള സാധനമാണ്. ധനലക്ഷ്മി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇത് ഒരു ഐറ്റം അല്ല അവർ സ്റ്റിച്ച് ചെയ്യുന്നത്. 500, 1000, 10,000, 20,000 ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ചുരുങ്ങിയത് നിങ്ങൾക്ക് തന്നെ അറിയാം, കാണിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് കളിക്കുമ്പോൾ ഞാൻ തന്നെ ഇതൊരു 30 പീസ് ചുരുങ്ങിയത് ഒരു പ്രിൻ്റ് എടുക്കുന്നുണ്ട്. ചുരുങ്ങിയത് 30 പീസ്, ചിലത് 100 എടുത്തതും പീസുകളും ഉണ്ട്. നമ്മളൊരു ബ്ലാക്ക് ആൻഡ് മെറൂൺ ഇപ്പോഴും ആളുകൾക്ക് തല്ലാണ്, സ്ക്വയർ ആയിട്ടുള്ളത്. അത് എത്ര പീസ് എടുത്തു എന്നിട്ട് ലാസ്റ്റ് കിട്ടിയില്ല. അതുപോലെ ആ ഒരു നേവി ബ്ലൂവിൽ ഗ്രീൻ ഫ്ലവർ ഉള്ളത് അതും ലാസ്റ്റ് കുറേ ആൾക്കാർക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കമൻറ്റ്, കാരണം അതിൻ്റെ ബാക്കി എടുത്ത ആളുകളെ ഞാൻ കൊണ്ടുവരാം. കാരണം അവരും അതേ അഭിപ്രായം പറഞ്ഞ് ഞാൻ നോക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് അത് തലയും വാലും ഇല്ലാണ്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒരു മനുഷ്യൻ ജീവിച്ചോ എന്ന് കാണാൻ പറ്റാത്ത ആളുകളായിരിക്കും അത്. കാരണം അവരോട് ഞാൻ കമൻറ്റ് കൊടുക്കട്ടെ, ബൈ കമൻറ്റ്. നിങ്ങൾ ഏത് സാധനം വാങ്ങി ക്വാളിറ്റി ഇല്ലെങ്കിൽ റിട്ടേൺ വെച്ചോളൂ, ഒറ്റയാളെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ നല്ല അഭിപ്രായം പറഞ്ഞോളൂ ആ കമൻറ്റ് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. പക്ഷെ ഒരാൾ മാത്രം അത് കണ്ടു, എന്നിട്ട് അതിൻ്റെ താഴെ എൻ്റെതും കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ താഴെ കുറേ ആൾക്കാർ സഹോദരിമാർ വന്നിട്ട് ഞാൻ വാങ്ങി നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടോ. ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പം ഇത് വീണ്ടും റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഓപ്പൺ വീഡിയോയിൽ. പിന്നെ ഈ ഒരു ഐറ്റം ആയിരുന്നു ഈ ആഴ്ചത്തെ കളക്ഷൻ ആയിട്ട് നമ്മൾ ഫോട്ടോ ഇട്ടത്. ഇതും എനിക്ക് തോന്നുന്നു 2 ആൾക്കാർക്ക് കൊടുക്കാനുണ്ടാവും കേട്ടോ. ബ്ലാക്കും മെറൂണും 2 ആൾക്കാർക്കും കൂടി കൊടുക്കാൻ സാധനം ഉണ്ടാവും. ഫസ്റ്റ് വരുന്നവർക്ക് കിട്ടും. ഓക്കെ, ഇൻഷാ അല്ലാ. പ്രീ ബുക്കിങ്ങിൽ സാധനം കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് നല്ല ഭംഗിയുള്ള സാധനമാണേ. ഇതതിൻ്റെ ഷോള് ഇതതിൻ്റെ ഷോള്.
കുറേ മാക്സികൾ വാങ്ങുന്നവർക്കാണ് ചില ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെൻ്റ് ആയി കിട്ടുന്നത്. നല്ല റയോണിൽ വരുന്നതും ഉണ്ട്. അതുകൂടാതെ ഒരു വേറെ ഇതിൻ്റെ തന്നെ ഈ കമ്പനീൻ്റെ വേറെ ക്ലോത്ത് ഉണ്ട്. എല്ലാത്തിനും ഓരോ പ്രൈസ് തന്നെയാണ്. നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫീലാണ്, ചുരുങ്ങൊന്നുമില്ല. ഇതൊരു കോട്ടൺ ഫീലിൽ വരുന്നൊരു മാക്സിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ക്ലോത്തൊക്കെ വരുന്നത്, വേറെ ചില ഐറ്റംസ് വരുന്നത് വേറെ ക്ലോത്തിലാണ്. അതായത് ഒരുപാട് ഡിഫറെൻറ്റ് ക്ലോത്ത് എന്നല്ല പറയണത് കേട്ടോ. ഇതൊരു കോട്ടൺ ഫീൽ വരുന്നത് റയോൺ മാക്സി തന്നെയാണ്. പക്ഷെ എനിക്ക് ഇത് തൊടുമ്പോൾ ഒരു കോട്ടൺ ഫീൽ വരുന്നുണ്ട്. അത്രയും നല്ല എന്താ പറയുക സ്മൂത്ത് ആയിട്ടുള്ളൊരു മാക്സിയാണ് കേട്ടോ. ഇതതിൻ്റെ ഷോളാണ്. ഇതൊരു 2 ആൾക്കാർക്കും കൂടി ഉണ്ടാവും. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ 2 ദിവസത്തേക്ക് ഗ്രൂപ്പിൽ ഇനി ഫോട്ടോസ് വരില്ല കേട്ടോ. ഈ ഒരു ഐറ്റം ഓപ്പൺ ആക്കിയ ആ ഒരു ഐറ്റം വേണമെന്നുള്ളവർ മാത്രം മെസ്സേജ് ആക്കുക. വേറെ ഒന്നും പറയാല്ല. ഈ ഓപ്പൺ ആക്കിയ ഐറ്റംസ് വേണ്ട. ഇതതിൻ്റെ മെറൂണാണ്. ആ ബ്ലാക്കും മെറൂണും 2 ഓർഡറിന്. അതിൽ കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇൻഷാല്ല 2-3 ദിവസത്തിന് ശേഷം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഞാൻ എന്നും നിങ്ങൾക്ക് തരുന്ന പോലെ തന്നെ ഒരു വീഡിയോ തരും. ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു മാത്രം കേട്ടോ. എല്ലാം നല്ല മാക്സികളാണ്. 550 രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത്. മാക്സിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപ കൊറിയർ ചാർജാണ് കേട്ടോ. ഇത് ഞാൻ ഇനി പൊട്ടിക്കുന്നില്ല, കാരണം എത്രയോ തവണ നമ്മൾ പൊട്ടിച്ചതാണ്. ഓർമ്മ ഉണ്ടല്ലോ നമ്മൾ മുന്തിരി കളറും ബ്ലാക്കും മുന്തിരി കളറും ബ്ലാക്കും എന്ന് പറഞ്ഞിട്ട് എത്ര ഓർഡേഴ്സ് അതിന് കിട്ടിയെന്നറിയാം. ഇത് നിങ്ങൾക്ക് ഇനി തരാനില്ല. എടുത്തവർക്കത് തിരിച്ചും മറ്റു സാധനം വേണം. ഇതിനില്ല കേട്ടോ. നാളെ നിങ്ങളെ കാണിച്ചു തരാം. ഫ്രീ ബുക്കിങ്ങിന് കിട്ടുമോ നമുക്ക് ചോദിച്ചു നോക്കാം. നല്ല റൈറ്റാണ്. ഇതിനില്ല, ഇപ്പം ഇല്ല കേട്ടോ. ഒറ്റ പീസ് പോലും ഇല്ല. ഒക്കെ ഫുള്ള് എന്താ പറയുക എല്ലാവരും എടുത്തു. കണ്ടില്ലേ, എല്ലാവരും എടുത്തു പോയിട്ടോ. ഇതിൻ്റെ ഷോളാണ്. ഇതില്ലേ ആണ് അതിൻ്റെ ഷോള് വരുന്നത്. എന്തായാലും നേവി ബ്ലൂ എല്ലാം കൂടി പൊട്ടിച്ച് കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം വന്നാണ്. ഇതും ഒന്നുണ്ട് കേട്ടോ. ഇതും ഒരു സെറ്റ് ഓരോരുത്തർക്ക് കിട്ടും. അതായത് ഒരു ബ്ലാക്കും ഒരു നേവി ബ്ലൂവും. പിന്നെ ഞാൻ ഇപ്പം തന്നെ എന്താ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാക്കിങ് കഴിയുമ്പോൾ ആർക്കെങ്കിലും എത്തിപ്പെടാത്തുണ്ടെങ്കിൽ എനിക്ക് റിസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം ഗ്രൂപ്പിൽ ഫോട്ടോ ഇടുന്നില്ല എന്ന് പറഞ്ഞത്. എന്ത് ഭംഗിയുണ്ട് അറിയാം മാക്സിക്കെ കാണാൻ. അടിപൊളി നല്ല കുഞ്ഞ സാധനം. ഇതൊരു നേവി ബ്ലൂ ഒരു ബ്ലാക്കും ഒരാൾക്ക് ഉണ്ടാവും കേട്ടോ. ഒരു നേവിയും ഒരു ബ്ലാക്കും ഒരാൾക്ക് ഉണ്ടാവും. ഇതൊരു നേവി ബ്ലൂവോ ബ്ലാക്കോ ആയിട്ട് കോംബോ ആയിട്ട് വന്നതാണ്. 550 റുപ്പീസാണ്. ഞാൻ വില പറഞ്ഞുകൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത്. അതായത് വില പറയാതെ DM-ലേക്ക് മെസ്സേജ് ആക്കുക എന്നും പറയുക, അല്ലെങ്കിൽ 150 രൂപക്ക് മാക്സി എന്ന് ഹെഡിങ് കൊടുക്കുക. ഈ പരിപാടിയൊന്നുമില്ല. ഈ വിലക്ക് നിങ്ങൾക്ക് വർത്താണ് എന്ന് തോന്നുന്നവർ വാങ്ങുക. വാങ്ങിയവർ ഏതെങ്കിലും സാധനം ആ ഒരു വിലക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ പബ്ലിക് കമൻ്റ് ഇട്ടോളൂ. പക്ഷെ ഇന്ന സാധനം വാങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇടുക. ഇത്രേ ചെയ്യണുള്ളൂ. ഞാൻ ഇന്ന സാധനം വാങ്ങി താത്താൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ആ വിലക്ക് തോന്നിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അല്ലാത്ത രീതിയിൽ തലയും പാലില്ലാത്ത രീതിയിൽ നടക്കണ്ട മാത്രമായിട്ട് ഇങ്ങോട്ട് പോകണ്ട. അത് കാണുന്ന ചോറും എല്ലാവർക്കും അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഇതും അതുപോലെ തന്നെ കേട്ടോ. വേറെ പ്രിൻ്റായിരുന്നേ. ഇതൊക്കെ ഈ ആഴ്ച നമ്മൾ ഫോട്ടോ ഇട്ട കളക്ഷനാണ്. ഇതൊക്കെ എല്ലാവരും എടുത്തു. കുറേ ആൾക്കാർ ഫുൾ ഫോട്ടോ കിട്ടുമ്പോഴത്തേക്ക് ആൾക്കാർ എടുത്തുകൊണ്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ജസ്റ്റ് കാണിക്കണ്ടേ. നമ്മൾ ഐറ്റം ഇങ്ങനെ ഫുൾ പ്രിൻ്റാണ് വരിക. അപ്പോൾ ഈ ഒരു ഹാഫിൽ കിട്ടിയാൽ തന്നെ എനിക്ക് ഏകദേശം ഒപ്പിച്ചൂടെ. പിന്നെ നല്ല ക്ലോത്താണ്, നല്ല സോഫ്റ്റ് ക്ലോത്താണ്. പിന്നെ ഈ ഒരു കമ്പനി തന്നെ ഒരേ റേറ്റിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലോത്തിൽ ചെയ്യുന്നുണ്ട്. റേറ്റൊക്കെ പക്ക സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ ആ ഒരു ക്ലോത്തിൽ വാങ്ങും നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തോന്നും മറ്റേതാണ് നല്ലത്, ഇത് കുറച്ച് ക്വാളിറ്റി കുറവാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് ഓരോ ക്ലോത്തിന് ഓരോ പേരുകളുണ്ട്. ചിലത് ഇവർ അൽഫൈൻ്റെ വേറെ റയോൺ മിക്സിംഗ് ആയിട്ട് വരുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് പിടിക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര സംഭവമായിട്ട് ദുബായ് മാക്സിനൊക്കെ തോന്നും. ഇതാണെങ്കിൽ റയോൺ ക്വാളിറ്റിയുള്ള റയോൺ എത്ര MM അങ്ങനെ അതൊക്കെ പറയും. ആ ഒരു ക്വാളിറ്റിയുള്ള റയോണിലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇമ്പോർട്ടഡ് റയോൺ തന്നെ പറയേണ്ടി വരും. അപ്പോൾ ആ മെറ്റീരിയലും ഈ മെറ്റീരിയലും എടുത്തവർ അത് കമ്പയർ ചെയ്യേണ്ട, യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞത് ഇന്നും നാളെയും ഗ്രൂപ്പിൽ ഫോട്ടോസ് ഇടൂല.
ഇതേപോലത്തെ വീഡിയോ ചെയ്തതിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞതിന് മാത്രം ഓർഡേഴ്സ് ഇപ്പോൾ എടുക്കുന്നു. കാരണം അത്രയും ഓർഡേഴ്സ് പെൻഡിങ്ങിലാണ്. എന്താ പറയുക, പാക്ക് ചെയ്തിട്ട് അവിടെ തീരണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ചെയ്യാൻ വിചാരിക്കുന്നുള്ളൂ. ഇതൊക്കെ ഇനി മേലേക്ക് കയറ്റി കൊണ്ടുപോയിട്ട് വേണം നിങ്ങൾ അഡ്രസ്സിലേക്ക് പാക്ക് ചെയ്ത് അയക്കാൻ. ധൃതിയുള്ളവർ ഒരിക്കലും ഓർഡർ എടുക്കണ്ട കേട്ടോ. ഇനി അഥവാ തിരക്കിൽ പെട്ടെന്ന് വന്നിട്ട് ഒരു വോയിസ് കൊടുങ്ങളെ എനിക്ക് നാളെ അയച്ചു തരുമോ ഇതാക്കി തരും, ഞാൻ ഓക്കെയും പറഞ്ഞു പോകും. സത്യം ഞാൻ എത്രയോ തെറ്റെടുത്ത് പറ്റിപ്പോയിട്ടുണ്ട്. ഓട്ടപ്പാച്ചിനിടയിൽ പറ്റിപ്പോണാണ്. കാരണം ഗ്രൂപ്പിൽ നിങ്ങൾ നിൽക്കണം മസ്റ്റായിട്ടും. ഓർഡർ എടുക്കുന്നവർ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുമല്ലോ, നിങ്ങൾ ലിങ്ക് കയറി ജോയിൻ ചെയ്യുക. നിങ്ങൾ ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അവിടെ ബിസിയാണ് എന്ന് എഴുതുമ്പോൾ എനിക്കൊന്ന് കോൾ അടിക്കാൻ നിൽക്കാമല്ലോ, അല്ല ഞാൻ പാക്കിങ്ങിലാണ് എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് മിണ്ടാൻ നിൽക്കാമല്ലോ, അല്ലെ 5 to 7 days ആയിട്ടും നിങ്ങളുടെ പാർസലിനെ പറ്റി ഒരു വിവരം ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഓടിക്കയറി മെസ്സേജ് ആക്കാമല്ലോ. നിങ്ങൾ അതിൽ സാധനം കിട്ടുന്നവരെ ഗ്രൂപ്പിൽ നിർത്താത്ത വലിയ ഉപകാരമാവും. അയ്യോ അതുപോലെ തന്നെ ഈ സാധനം കുറേ ആളുകൾ എൻക്വയറി ഉണ്ട് കേട്ടോ, ഒരുപാട് ആളുകൾ എൻക്വയറി ഉണ്ട്. ഞാൻ പേയ്മെൻറ്റ് വാങ്ങിയിട്ടില്ല. കാരണം എന്താ അറിയോ, ഇത് കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു. 550 രൂപേൻ്റെ മാക്സിയാണ്. നല്ലൊരു ഫീലാണ് കേട്ടോ. ഇതിൻ്റെ ക്ലോത്ത് വേറെ, ഇതിൻ്റെ ക്ലോത്ത് വേറെയാണ്. അത് ഇത് ക്വാളിറ്റി ഇല്ല, അല്ല ഇത് ക്വാളിറ്റി കൂടുതൽ, അങ്ങനെയല്ല. ഇവർ കമ്പനിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഒരേ പ്രിന്റിൽ എടുക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഈ ഒരു ഐറ്റം ഇപ്രാവശ്യം വന്നിരിക്കുന്ന സൈസ് ആദ്യത്തെ പോലെ തന്നെ 44 ചെസ്റ്റിലും 60 ലെങ്ത്തും ആയിട്ട് വരുന്നതാണ്. എക്സലിനായിരുന്നു 60 ലെങ്ത് ഉണ്ടായിരുന്നത് അല്ലേ, പക്ഷെ അതിന് 48 ചെസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് 44 ചെസ്റ്റിൽ വരും 60 ലെങ്ത്. ഇത് വന്നിട്ട് 44 ചെസ്റ്റിൽ 56 ലെങ്ത്. അങ്ങനെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഇതിന് ഓർഡർ ഉണ്ട്, ശരിയാണ് 60 ലെങ്ത്തിന് ഓർഡർ ഉണ്ട്. ഇത് ഞാൻ അങ്ങനെ കിട്ടിയപ്പോൾ ഫ്രീ സൈസിൽ കിട്ടിയപ്പോൾ എടുത്തട്ടോ. ഇത് നല്ല ഭംഗിയുള്ള സാധനമാണ്. ബ്ലാക്കും ഉണ്ട്, ബ്ലാക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മൊത്തം 550 രൂപ കേട്ടോ. അതായത് ഷോൾ മാക്സി അല്ലാത്ത മാക്സി ഉണ്ടല്ലോ, ഷോൾ ഇല്ലാത്ത, പക്ഷെ അതൊരു പ്രത്യേക ക്ലോത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനും ഇതിനും ഒരു റേറ്റ് വരുന്നത് കേട്ടോ. ചിലർക്ക് അതിന് ഷോളില്ലല്ലോ, ഇതിന് ഷോൾ ഉണ്ടല്ലോ, അങ്ങനെ നല്ല ഓരോ ക്ലോത്തിനനുസരിച്ചുള്ള റേറ്റാണ്. നല്ല ഭംഗിയുള്ള മാക്സിയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഒക്കെ ഗ്രൂപ്പിലിട്ടതാ, ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, ഗ്രൂപ്പിൽ എല്ലാ പിക്ചറും ഇട്ടതാണ്. ഇത് വേറൊരു മോഡൽ ഇട്ടിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഫ്രീ സൈസിൽ 4 മോഡലും ഫ്രീ സൈസിൽ 5 മോഡലോ 4 മോഡലോ പിന്നെ എക്സലില് പിന്നെ 4 മോഡൽ ഇട്ടിരുന്നത്. അതെല്ലാം സ്റ്റോക്ക് ഔട്ടായി എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തൂടെ മക്കളെ, മടക്കി വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർഡർ തന്നോടെ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഫുൾ ഫോട്ടോ കാത്തിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് സാധനം കിട്ടാണ്ടാവുന്നത്. പിന്നെ പേഴ്സണൽ ഫോട്ടോ കുറേ ആൾക്കാർ ചോദിക്കണം, നടക്കായിട്ടാണ് തരും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പേയ്മെൻറ്റ് തന്നിട്ട് നിങ്ങൾ അവിടെ നിന്നോളൂ. പക്ഷെ നിങ്ങൾ പൈസ അടിച്ചു നേരി പിറ്റേന്നല്ല അപ്പം തന്നെ ഫോട്ടോ ഇടണമെന്ന് പറഞ്ഞാൽ നടക്കൂല. അതായത് പുതിയ ഫോട്ടോ കേട്ടോ. എൻ്റെ കയ്യിൽ ബാലൻസിൽ ഐറ്റംസ് അയക്കാനാണെങ്കിലും ഓക്കെ, അല്ലാതെ പുതിയ ഫോട്ടോ കാരണം അവിടെ നിന്ന് കിട്ടിയിട്ട് വേണ്ടേ. അല്ല പ്രീ ബുക്കിങ്ങിന് എടുത്ത ഐറ്റംസ് നമ്മുടെ കയ്യിലേക്ക് സാധനം വരണം. പ്രീ ബുക്ക് ചെയ്തു വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ മീനിങ് പിറ്റേന്ന് നിങ്ങൾക്ക് സാധനം കിട്ടുന്നല്ല. പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം സ്റ്റോക്ക് ഔട്ടായി, സാധനം തീർന്നു. അപ്പോൾ പുതിയത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം എന്ന് അതിനു വേണ്ടി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പ്രീ ബുക്കിങ്. ഇതൊക്കെ അത്യാവശ്യം ഓർഡർ, അപ്പോൾ നിങ്ങൾ കാണിച്ച് കൊതിപ്പിക്കുന്നില്ല. ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചു തന്നില്ലേ, അതിലേക്ക് വന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. അതന്നെയാണ്, ഇതൊക്കെ അതന്നെയാണ്. ഞാൻ പറയാം 30 ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ആ 30 ആവുമ്പം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില പീസുകൾ മാത്രം 30 തികയാതെ ഒരു 26-25 നിന്നതാണ് നമ്മൾ ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് വീഡിയോയിൽ. ഇനി സാധനം ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാണിച്ച ബ്ലൂ ഫോട്ടോ, അന്ന് ആ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ചാടി കയറി വന്നതാണ്, ഓർമ്മല്ലേ? അതൊക്കെയാണ് ഇതല്ല കേട്ടോ. ഇതിലൊരു 2-3 ആൾക്കാർക്കും കൂടി കൊടുക്കാനുണ്ടാവും, സാധനം ഉണ്ടാവും. പിന്നെ ഇതും ഞാൻ പറഞ്ഞ മാതിരിക്ക് ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നാ, ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. സാധനം ഇല്ലട്ടോ മക്കളെ, നിങ്ങൾ ചോദിക്കണ്ടെന്നും പറഞ്ഞിട്ട് അതിപ്പോൾ 2 തവണയും പ്രീ ബുക്കിങ്ങിലേക്ക് സാധനം കിട്ടി. ഇനി സാധനം ഇല്ലയെന്ന് അവർ പറഞ്ഞു. ഇനി താത്ത നിങ്ങളിത് ചോദിക്കേണ്ട, ഇതിവിടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഞാനിങ്ങനെ പിടിച്ച് കാണിച്ചു തന്നു. ആ ഒരു ഐറ്റാണിത്, നേവി ബ്ലൂവും ബ്ലാക്കും, അതാണിത്.
കണ്ട ഓരോ ഡിസൈന് ഓരോ കമ്പനിയും കാര്യങ്ങളും ചെയ്യുന്നത് തോന്നുന്നു. ധനലക്ഷ്മിൻ്റെ തന്നെ. പക്ഷെ അങ്ങനെ അപ്പം അതിൻ്റെ ക്ലോത്തിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. പക്ഷെ ഒന്നും ക്വാളിറ്റി ഇല്ല എന്നല്ലട്ടോ പറഞ്ഞു. നമ്മൾ ഒരേ പ്രിന്റ് പല പ്രിന്റിൽ ഒരുമിച്ച് എടുക്കുന്നവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കട്ടോ. അപ്പം ഇത് ഇനി ചോദിക്കേണ്ട എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇനി ചോദിക്കേണ്ടതാ ഇവിടെ ഇല്ല. അത് മൊത്തം ബുക്കിംഗ് കേട്ടോ. ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടും. അതന്നെയാണിത്. ഇത് നമ്മളെ ചെമ്പരത്തി ഫ്ലവർ. ഇതിന് കുറേ ഐറ്റംസ് കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുക്കാണ്ട്. കാരണം അത് ഓർഡർ ചെയ്തിട്ട് ആ പീസ് തീർന്നിട്ട് വീണ്ടും വീണ്ടും വരുത്തിച്ചാണ് കേട്ടോ. ഇത് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? ഇതിനും കുറേ ഓർഡേഴ്സ് ഉണ്ട്. അത് ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഇത് ഒരു റീസെല്ലർ ഒരാൾക്ക് സെയിലാക്കിയിരുന്നു കേട്ടോ, ഈ മുന്തിരി കളർ. എന്നിട്ട് ആ റീസെല്ലർ എനിക്കൊരു വോയിസ് വിട്ടു. പിന്നെ എന്താ പറയുക, 550 രൂപേൻ്റെ ക്വാളിറ്റി ഇല്ല എന്നിട്ട്. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു നെഗറ്റീവ്, ഡയറക്റ്റ് വാട്സപ്പിൽ കിട്ടിയൊരു നെഗറ്റീവാണ്. ഞാൻ ഡയറക്റ്റ് വിട്ടതല്ല, ഒരു റീസെല്ലർ സെയിലാക്കിയതാണ് കേട്ടോ. പക്ഷേ ഇത് എനിക്കതൊന്നും അറിയില്ല. പക്ഷേ ഈ ഐറ്റം ഞാൻ 650 രൂപ വരെ 100 രൂപ വരെ നിങ്ങൾ കൂട്ടി വിട്ടാൽ അത് എത്ര, നിങ്ങൾ തന്നെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ കാണുന്നുണ്ടാവും എത്രങ്ങാനാണ് ഇത് സ്റ്റോക്ക് എടുത്ത് മടുത്ത്. ഇതെങ്ങനെ സ്റ്റോക്ക് എടുക്കണമെന്നാ, ഒരു വീട്ടിൽ ആരെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അയൽവാസികൾക്ക് വേണം, അവരുടെ അനിയത്തിമാർക്ക് വേണം, അവരുടെ മേമമാർക്ക് വേണം, ഉമ്മാക്ക് വേണം. ഇങ്ങനെ പറഞ്ഞിട്ട് എടുത്തവരാണ് പിന്നെയും ഓർഡർ ചെയ്യുന്നത്. ഇത് എത്ര തവണ ഞാൻ കാണിച്ചത് ഐറ്റംസ് അറിയോ? നമ്മൾ വിൽക്കുന്ന 550 രൂപക്കാണ്. ഇതിന് അതിൻ്റെ ക്വാളിറ്റി ഇല്ല, ഫോട്ടോ കാണുന്ന കളറില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല. എൻ്റെ വീഡിയോയിൽ അല്ലല്ലോ, നമ്മൾ അവരെടുത്ത് തരുന്ന ഫോട്ടോ അല്ലേ, അവർക്ക് ഇങ്ങനെ അവർക്കെതിരെ കംപ്ലൈൻറ്റ് പറയാൻ പറ്റുക. അങ്ങനെ അവർ വർഷങ്ങളായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്. നല്ല മാക്സി, വൈനും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ബ്ലാക്ക് ഒന്നും കൂടി കിടിലാണ്. നല്ല ഷോളും. നമുക്ക് ഇങ്ങനത്തെ ഒരു ഷോൾ ഇപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങണം തന്നെ 250 രൂപ കൊടുക്കേണ്ടി. 280 റുപ്യ എന്തെന്നാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഷോൾ കടയിൽ പോയി. ഇത് നെയ്റ്റി ഷോളല്ല, ഇത് നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്ന അങ്ങനത്തെ ഷോളാണ്. ഇങ്ങനത്തെ ഷോള് നമ്മൾ കടയിൽ പോയിട്ട് 280 രൂപ എന്തെന്നാണെങ്കിലും കൊടുക്കണ്ടേ. പിന്നെ ഇങ്ങനത്തെ മാക്സി, കോട്ടൺ മാക്സി അല്ലല്ലോ ഇത്, റയോൺ അല്ലേ, അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതല്ലേ. അപ്പം തന്നെ നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു 200, ഇനിയിപ്പോൾ ആ ഷോൾ ഒരു 250 നിങ്ങൾ കണക്ക് കൂട്ടിക്കോളി. ഒരു 300 റുപ്യ മാക്സിക്കാവുന്ന എന്ന് കണക്ക് കൂട്ടിക്കോളി. ആ ഒരു 300 റുപ്യേൻ്റെ മാക്സി ഇതില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്കറിയില്ല അവരെന്തർത്ഥത്തിലാണ് എനിക്ക് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. കാരണം അത്രയും ഓർഡർ കിട്ടിയതിന് പിന്നെ ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുന്തിരി ഉണ്ടാത്ത, ബ്ലാക്ക് ഉണ്ടാത്താന്ന് ചോദിച്ചിട്ട്. പിന്നെ ഈ ഐറ്റം നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 2-3 പീസ് കൂടി ഇപ്രാവശ്യത്തിലുണ്ടാവും. അപ്പം കാലിയായിട്ടുണ്ട്. ഇങ്ങനത്തെ പണി ഇത് പേക്ക് ചെയ്യാണ്. എത്ര ആൾക്കാർക്ക് ഇത് കിട്ടാത്ത, കുറേ ആൾക്കാർക്ക് കിട്ടുന്നില്ല. ഒരാഴ്ച ആയിട്ട് സാധനം കിട്ടാത്തതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ആദ്യം ഓർഡർ ചെയ്തതിൻ്റെ കൂടെ കയറ്റിയിടും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ അത് പേക്കാക്കാതെ എന്താക്കും, അവിടെ ബാലൻസ് ചെയ്ത്. കാരണം ഇതൊന്നും വരണ്ടേ, അതുകൊണ്ടാണ് ഒരു 7 to 10 ഡേയ്സ് പറയുന്നത്. പിന്നെ 5 to 7 ഡേയ്സിനുള്ളിൽ കിട്ടും. പക്ഷേ ഇതേപോലെ ഫോട്ടോ കാണിച്ചു തന്നത്. അപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞു, ഈ സാധനം 2-3 പീസ് ഉണ്ട് കേട്ടോ, ഇത് നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞത് 5 to 7 ഡേയ്സോട് കിട്ടും. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. നേരെ മറിച്ചിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ട് സെയിലാക്കുന്നില്ലേ, അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്താൽ, കാരണം അത് 50-100 പീസ് ആയാലേ എനിക്ക് ഇങ്ങോട്ടേക്ക് അവർ അയച്ചു തരുള്ളൂ. ഇത്രയും ആവണം എന്നാലേ അയച്ചു തരുള്ളൂ. അപ്പോൾ 2-3 ദിവസം എനിക്ക് വേണം. 2 ദിവസം കൊണ്ട് ഞാൻ ആക്കുന്നുണ്ട്, ചില സമയത്ത് 3 ദിവസം. അത്രയും പീസിന് എനിക്ക് ഓർഡർ എടുക്കാൻ. എന്നിട്ട് എന്താക്കും, അവരെ എനിക്ക് അയച്ചു തരണം. പിന്നെയാണ് ഇവിടുന്ന് പാക്കിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് അത് 7 to 10 ഡേയ്സ് എന്ന് പറയുന്നത്. ഇൻഷാ അള്ളാ നമ്മൾ കളക്ഷൻ എടുത്തും കൊണ്ട്, ഇതുവരെ എനിക്കൊരു പേടിയായിരുന്നു, നിങ്ങൾ എടുക്കൂലേ സാധനം ഇത്രയും വിലേൻ്റെ ഇവിടെ കൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മൾ 200-250 വിൽക്കുന്ന മാക്സി തന്നെ നമ്മൾ വിൽക്കുന്നവരാണ്. ഒരു 10 വീട്ടിലിരുന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? അപ്പോൾ ഈ 1,500 റുപ്യ വിലയും കൊടുക്കുക, അത് ഒന്നെടുത്താൽ പോലെ. ഇത്രയും പീസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസ പോകും. എന്നിട്ട് അത് ആരും എടുത്തിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താ? അത് പേടിച്ചിട്ടാണ് ഈ രീതിയിൽ ഓർഡർ എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അൽഹംദുലില്ലാ ഓർഡർ എടുക്കുമ്പോഴത്തേക്ക് എന്നും നോക്കിയാലും ഒരു 80-50 ഓർഡർ ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. പഠിച്ചവനെ നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. ഞാൻ ഒരാളെ കച്ചവടം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങളോട് എന്നിലൊരാളായിട്ട് കണ്ടിട്ടാണ് ഈ പറയുന്നത്. കിട്ടുന്നുണ്ട് അൽഹംദുലില്ലാ. ഈ എന്താ പറയുക, പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഇതാക്കാൻ വേണ്ടി ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ അവർ ഫോട്ടോ ഇട്ടിരുമ്പോൾ എനിക്കിപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ, ഇവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഈ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങോട്ടേക്ക് എടുക്കുകയാണ്. ഞാൻ എടുത്തതിന് ശേഷം അപ്പോൾ ഫോട്ടോയും തരിക ഗ്രൂപ്പിൽ, എടുത്തതിന് കയ്യിൽ കിട്ടിയതിന് ശേഷം. എന്നിട്ട് പിന്നെ ഓപ്പൺ വീഡിയോയും വന്ന് വൈകുന്നേരം കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി സ്പീഡാവും. ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം ഫോട്ടോ ഇട്ടിട്ട് ഗ്രൂപ്പിൽ നിന്ന് ഓർഡർ എടുക്കുകയാണ്. 50-100 പീസ് ആയാലും അവർ അയച്ചു തരുള്ളൂ. നമ്മൾ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 550 മാക്സ് തരാൻ പറ്റൂല.
കാരണം അത്രയും ദൂരം പോയി ഇതൊക്കെ മെനക്കെട്ട് ഈ എമൗണ്ടൊക്കെ കൊടുത്ത് എത്ര വണ്ടി പൈസ ഒക്കെ ആവുന്നത്. അപ്പോൾ ഈ 550 നിങ്ങൾക്ക് കിട്ടൂല, സത്യമായിട്ട് തരാൻ പറ്റൂല. അല്ലെങ്കിൽ അത്രയും വലിയ ഷോപ്പിൽ അത്രയും ബൾക്കായി ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലുള്ളൂ, അല്ലാതെ കിട്ടൂല. പൊതുവേ ഞാൻ പറഞ്ഞാൽ കിട്ടൂല, തരാൻ കഴിയൂല. എന്തെന്നെ ഒരു 600 റുപ്യ കൂട്ടിയിട്ടാലേ എന്താക്കാൻ വേണ്ടി പോയി എടുക്കുകയാണ് ചെയ്യുമ്പോൾ. ഇതാകുമ്പോൾ ഈ വലിയൊരു ട്രാൻസ്പോർട്ട് കൊറിയർ ഉണ്ട്, ഇത്രയും പോകുന്ന ബണ്ടിൽ നമ്മൾ 180 രൂപ കൊടുത്താൽ മതി. ഇങ്ങനെ ബണ്ടിലായിട്ട് ഒരു 113 പീസ് വന്നതിന് 180 രൂപ കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു കുടിസിന് ഇങ്ങോട്ടേക്ക് വരുത്തിക്കുക കേട്ടോ. അതിന് ഒരു 200 രൂപയും കൊടുത്താൽ മതി. ഒരു 380 500-ൻ്റെ ഉള്ളിൽ ഈ സാധനം കിട്ടും. ഇതിപ്പം നമ്മൾ മറ്റേ DTDC മറ്റു വഴി 100 അയക്കില്ല, ഹോൾസെയിലർ അങ്ങനെ അയക്കില്ല. ഇത്രയും പീസ് ആകുമ്പോൾ അത് ഇങ്ങനത്തെ കൊടുക്കും. അപ്പോൾ നമ്മളവിടെ പോയി എടുക്കുകയാണെങ്കിൽ ഒരു 5000 റുപ്യേൻ്റെ എക്സ്പെൻസ് നമുക്ക് വരും. പെട്രോളിൻ്റെ പൈസ ആണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും ഒക്കെ പോയി നോക്കി വരികയാണെങ്കിൽ ഒരു എക്സ്പെൻസ് വരും. ആ എക്സ്പെൻസ് ഈ ഓരോ മാക്സിനും ഇതിലേക്ക് കയറും. അങ്ങനെയാണ് ഈ കടക്കാരൊക്കെ ബില്ല് വിടുമ്പോൾ കൂടിപ്പോകുന്നത്. അതായത് നമ്മുടെ ഷോപ്പിൻ്റെ വാടകയൊക്കെ കൂട്ടും. ഇതിപ്പോൾ വീട്ടിലായും കൂടെ അതിന് ആവശ്യം. എന്നാൽ ആ ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ, നമ്മൾ വല്ലതും കഴിക്കൂലേ, ഹോട്ടൽക്കാർ കഴിക്കില്ല. അതൊക്കെ നമ്മളൊരു ഹോൾസെയിൽ സാധനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഓരോ നെയ്റ്റിമ്മലേക്ക് അത് മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ അല്ലാതെ നിങ്ങൾ ഒരിക്കലും 200 രൂപ ഹോൾസെയിൽ എടുത്ത് നെയ്റ്റി 220 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ്. നിങ്ങൾക്കന്ന് പോകാനായ ചിലവ്, നിങ്ങൾക്കന്ന് ഭക്ഷണം കഴിക്കാനായ ചിലവ് എല്ലാം കൂടി കൂട്ടിയാലല്ലേ നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 5000 രൂപ എന്തെന്നാണെങ്കിലും നമ്മൾ ഇവിടുന്ന് ഡീസലൊക്കെ അടിച്ച് ഇതൊക്കെ എടുക്കുന്ന അവിടെ പോയി സാധനങ്ങളൊക്കെ എടുത്ത് വരുന്നതിന് ആവും, അത്രയും പൈസ ആവും. എന്നിട്ട് പിന്നെ എന്താ പറയുക, അതൊക്കെ ഇതിൽ കൂട്ടുമ്പോൾ ഒരു 650 രൂപയ്ക്കെങ്കിലും എനിക്കിത് വിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ തരുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അയക്കാൻ ഡിലേ ആവുന്നുണ്ട്. ഒരു 100 പീസ് ഓർഡർ, ഇപ്പോൾ ഇത്രയും പീസ് ഓർഡർ കിട്ടാൻ ആഴ്ചയിൽ ഒരു 3 ദിവസം ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 4ാമത്തെ ദിവസത്തേക്ക് സാധനം എനിക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ 5 ഡേയ്സിനുള്ളിൽ പാക്കിങ് കിട്ടി. കാരണം ഈ 3 ദിവസം ഞങ്ങൾ ഇത് എഴുതാളൊക്കെ എഴുതിയൊക്കെ ഉണ്ട്, പ്രിൻ്റ് എടുക്കാളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എന്തായാലും 4ാമത്തെ ദിവസം നമ്മൾ കയ്യിലേക്ക് ഈ സാധനം വരുമ്പോഴത്തേക്ക് പിന്നെ അടിച്ച് പാർസൽ പാക്കാക്കുന്ന പരിപാടിയാണ്. അതാണ് 5 ദിവസത്തിനുള്ളിൽ കിട്ടാത്തവർ മെസ്സേജ് ആക്കാന്ന് പറഞ്ഞാൽ 7 ദിവസം കൊണ്ട് സാധനം കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 7 to 10 ഡേയ്സ് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇൻഷാല്ല നമുക്ക് ചെയ്യാം ഇനി അങ്ങോട്ടേക്ക്. പക്ഷെ ഇവിടെ നിന്ന് മാറണം. എങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വീട്ടിലാണെങ്കിൽ ആൾക്കാരും വരുന്നുണ്ട് സാധനം എടുക്കാൻ വേണ്ടിയിട്ട്, അവിടെ നിന്ന് വരുന്നുണ്ട്, എല്ലാവരും എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പക്ഷെ വീടാകുമ്പോൾ വേറെ കാര്യമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പെണ്ണുങ്ങളല്ലേ, കഥ പറഞ്ഞിരിക്കും, അടുക്കളയിലൊക്കെ ഒന്ന് നോക്കും, ബാത്റൂമിലൊന്ന് നോക്കും, റൂമൊന്ന് നോക്കും, പിന്നെ നമ്മൾ വർത്താനം ചോദിക്കും, നമ്മൾ നാട് ചോദിക്കും. നമുക്ക് പിന്നെ വർത്താനം പറയാൻ പറ്റില്ലല്ലോ. കടൻ്റെ സിസ്റ്റം വേറെ, വീട്ടിലെ സിസ്റ്റം വേറെയാണ് വരുന്നത്. നമുക്ക് നല്ല റിലാക്സ് ആണ് അവരോടൊക്കെ സംസാരിക്കുമൊക്കെ. പക്ഷെ എന്താ പറയുക, ആ ഒരു ടൈമിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ ഇത് നെറ്റിക്ക് ചെയ്യാനായിട്ട് റൂമോ കാര്യങ്ങളോ എടുക്കട്ടെ. അതുപോലെ തന്നെ സ്റ്റോക്ക് ഞാൻ എടുത്തതിന് ശേഷം ഗ്രൂപ്പിൽ ഫോട്ടോ എടുക്കുകയും അതിനുശേഷം വീഡിയോ എടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറും. അങ്ങനെയാണ് വേഗം കിട്ടുന്ന ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റാഫിനെയും ഹെൽപ്പിന് വെക്കുക. അപ്പോൾ ഒന്നും കൂടി സ്പീഡായിക്കോളും. അതുവരെ എൻ്റെ മുത്തുമണികളൊന്നും ക്ഷമിക്കുക. താത്താനോട് നെറ്റിലൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടം, നല്ല അഭിപ്രായം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ദുആ ചെയ്യുന്നുണ്ട്, നല്ലതായി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരാൾ മെഷർമെൻറ്റ് കറക്റ്റ് പറഞ്ഞു കൊടുത്ത്, കാരണം കറക്റ്റ് രീതിയിൽ കിട്ടിയെന്ന് പറഞ്ഞു. എന്നല്ല അങ്ങനെയൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ യൂട്യൂബിൻ്റെ അടിയിൽ മാത്രം വന്നിട്ട് നെഗറ്റീവ് ഇടാൻ നിൽക്കുന്നുണ്ട്. അതെനിക്കറിയാതെ അവരും അവരുടെ റബ്ബ് ആയിക്കോട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓടിച്ചിട്ടാണ് പറഞ്ഞത്, കാരണം എനിക്ക് ഇങ്ങനെ ഓടിച്ച് പറയുന്നതിനൊന്നും ഇഷ്ടമല്ല. പക്ഷെ അതൊരു ബിസിനസ്സും കൂടി മിക്സ് ആയപ്പോൾ കുറേ ആളുകൾക്ക് സ്പീഡ് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഇങ്ങനെ പറഞ്ഞു പോണേ. ഇനി അങ്ങോട്ടേക്ക് മനസ്സിലായോ? ഇനി അങ്ങോട്ടേക്ക് 1 മാസം കൊണ്ട് താത്ത സെറ്റാവും ഇൻഷാ അള്ളാ. അപ്പോൾ താത്താക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് തരാൻ ഒരാളുണ്ടാവും. കൂലി കൊടുത്താലും വേണ്ടിയില്ല. നിങ്ങളിങ്ങനെ നെറ്റൊക്കെ വാങ്ങുമ്പോൾ പിന്നെ കൂലി കൊടുത്താൽ പിന്നെ ഇപ്പം എന്താ, നിങ്ങൾ വാങ്ങാനുള്ള പേടിയിലല്ലേനോ. അപ്പോൾ സ്റ്റാഫിനൊക്കെ വെക്കും, പിന്നെ സാധനം സ്റ്റോക്ക് ഇതേപോലെ എടുത്തതിന് ശേഷം ഫോട്ടോ ഇടും, പിന്നെ വീഡിയോ കാണിക്കും. അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും എളുപ്പമാവും. അപ്പം തന്നെ പാക്കാക്കും. അപ്പോൾ എത്ര പീസ് ബാലൻസ് ഉണ്ടെന്ന് അറിയും. അപ്പോൾ തെറ്റായി പോവില്ല, തെറ്റായി പോവില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് റെഡി ആവും. ഇൻഷാ അള്ളാ ദുആ ചെയ്യാൻ എനിക്ക് വേണ്ടിയിട്ട്. ഇന്നും നാളെയും പേക്കിങ്ങിലിരിക്കുകയാണ് എൻ്റെ മുത്തുമണികളെ. നിങ്ങൾ ഫോണൊന്നും ഞാൻ എടുക്കൂല. സാധനം അയച്ചില്ലാത്ത കിട്ടില്ലാത്താന്ന് പറഞ്ഞ് കരഞ്ഞൊന്നും നിങ്ങൾ വിളിക്കേണ്ട. താത്ത മിണ്ടിയില്ല. പിന്നെ യൂട്യൂബിൽ താഴെ താത്ത മിണ്ടുന്നില്ല, ഓർഡർ എടുത്തതാണ്. നിങ്ങൾക്ക് ഇവിടെ അയക്കാനിരിക്കുമ്പോൾ നിങ്ങളോട് വർത്താനം പറയുമ്പോൾ നേരം പോയി പോകണ്ടാന്ന് കരുതിയിട്ടാണ് മൈൻഡാക്കാതെ ഞാൻ നിൽക്കുന്നത്. അപ്പം എന്നാൽ ശരി. പിന്നെ കുട്ടു വന്നിട്ടുണ്ട്. കുട്ടുവിനെ കണ്ടേ? മോളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. മോന് വയനാട്ടിലാണ് പഠിക്കുന്നത്. മുന്നത്തെ വീടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കിട്ടിയ മമ്മൂസിന് പിന്നെ ഓനെ മതി. ഓനും തമ്മിൽ വലിയ അല്ല, ഫുൾ ഫൈറ്റ്. അവള് കുറച്ച് ക്ലീനിൻ്റെ ആളാണ് മോള്.
അവൾക്ക് അങ്ങനെ വൃത്തി കൊണ്ടുനടക്കണം. ഇവനാണെങ്കിൽ അത് ഇരപ്പാക്കാനായിട്ട് നടക്കും മമ്മൂസ്. അപ്പോൾ രണ്ടാളും തമ്മിൽ കുറച്ച് പറ്റും. മോന് വന്നു കഴിഞ്ഞാൽ പിന്നെ മമ്മൂസിനെ നോക്കണ്ട, അവൻ്റെ ബേക്കിലായിക്കോളും. മോൻ ഇന്നലെ വന്നിട്ടോ വയനാടാണ് പഠിക്കുന്നത്. പിന്നെ അപ്പോൾ ലീവായില്ലേ, അപ്പോൾ ഇനി കുറച്ച് സോന എൻ്റെ കൂടെ ഉണ്ടാവും. മോളിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. പിന്നെന്താ അവനെ കാണിച്ചു തരാം. വിളിച്ചിട്ടുണ്ട്, വരുമോ നോക്കാം. വാ, എൻ്റെ DP കണ്ട് കുറേ ആൾക്കാർ ചോദിച്ച് ഇതാണ് എൻ്റെ മോൻ. അപ്പം ഇതാണ് മോൻ കുളന്തൈ. മറ്റുള്ള ഇവിടെ ഉണ്ട്, പക്ഷേ തട്ടിട്ടിക്കില്ല, വീട്ടിലെ പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതാ മമ്മു ഓടുന്നു. അപ്പോൾ ഇവൻ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ മൂത്ത മോൻ. മോളെ കാണില്ല നിങ്ങൾ, ഇവർ രണ്ടാളും ട്വിൻസ് ആട്ടോ, ഇരട്ട കുട്ടികളാണ്. അപ്പം അതിൽ പിന്നെ മമ്മൂസ്, അങ്ങനെ 3 മക്കളാണ് താത്താക്കുള്ളത് കേട്ടോ. ഇവർ വയനാട്ടിലാണ് പഠിക്കുന്നത്. ഹായ് ഇവരുടെ അങ്ങനെയല്ല, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുട്ടൂസ്, ഓളങ്ങനെ പറയും ഞാൻ എന്നാ ശരി. അപ്പോൾ അവനെ കണ്ടില്ലേ, അതായത് കുറിന്റെ ഗ്രൂപ്പിൽ ചേർന്നപ്പോൾ ഇവരെ മക്കളെ ഡീപ്പ് ഇട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർക്ക് മോളല്ല കാണുന്നുള്ളൂ, ഇവൻ ആരാന്ന്. ഇവൻ എൻ്റെ മകൻ, മൂത്ത മകൻ. 7 മിനിറ്റിന് വ്യത്യാസം അവർ തമ്മിൽ. മോനത് ഓടിക്കും. എന്നാൽ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും. വൈൻഡ് ആപ്പ്.